ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കക്ക റോസ്റ്റ് ഉണ്ടാക്കിയാലോ? കക്ക ഇറച്ചി എന്ന് പറയൂ കേട്ടോ. ഇതാണ് ഐറ്റമേ. എനിക്ക് ഒരു ചട്ടി കക്ക കിട്ടിയിട്ടുണ്ട്. 1 കിലോയ്ക്കും പുറത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗം കണ്ടോ, ഈ പ്രസ് ചെയ്ത് ഇതിൻ്റെ ബ്ലാക്ക് വേസ്റ്റ് കണ്ടോ, ഇത് നമുക്ക് കളഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അതേ നമുക്കിത് ഇത്രയും നന്നാക്കി എടുക്കാം. ഞാനിത് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് മൂടി വെച്ച് ഈ വെള്ളം വറ്റി വരുന്നവരുടെ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ ഗൈസ്. ഞാനിതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് ആദ്യം ഞാൻ തേങ്ങാക്കൊത്ത് വറുത്ത് കോരി മാറ്റാനായിട്ടാണ് ഓയിൽ ഒഴിച്ചത്. ഞാൻ ശ്രദ്ധിക്കാണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടോ. ഇനിയിപ്പോൾ എന്തായാലും കടുക് പൊട്ടി വരട്ടെ. അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാവേ. തേങ്ങാക്കൊത്ത് ലൈറ്റ് ബ്രൗൺ നിറമായപ്പോൾ ഞാൻ കോരി മാറ്റിയായിരുന്നു. ഇനി അതേ ഓയിലിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇടികലയിൽ ചതച്ച് എടുത്തതാണ്. പേസ്റ്റ് രൂപത്തിലാവണ്ട കേട്ടോ. ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 തണ്ട് വേപ്പിലയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഈ പരുവത്തിനാകുമ്പോൾ ഞാൻ ഇതിലേക്ക് ഗരം മസാല, വലിയ ജീരകത്തിൻ്റെ പൊടി, മല്ലിപ്പൊടി, ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുകയാണ്. സവാള ഒരുപാട് വഴഞ്ഞു പോകണ്ട. ഇനി നമുക്ക് കക്ക വേവിച്ച് വെച്ചേക്കുന്ന കൂട്ടിലേക്ക് ഈ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് എടുത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് മുളക് പൊടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ കുരുമുളക്, ഇവനില്ലാതെ ഒരു പരിപാടിയില്ല. ആ കുരുമുളക് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. അതോടൊപ്പം വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കക്ക റോസ്റ്റ് റെഡിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇത് കഴിക്കുന്നവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് കമൻറ്റ് ഇടാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോസായിട്ട് കാണാവേ.